നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടണം, പ്രോപ്പർ ആയിട്ട് എനിക്കൊന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറണം, എന്റെ തിങ്കിങ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എന്നുള്ളത് വരണം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഞാന് എന്റെ ലൈഫില് എന്റെ ബ്രെയിൻ ഒക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ബിസിനസ്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് എന്നുള്ളത് ഭയങ്കരമായിട്ട് വരികയായിരുന്നു. എന്റെ ഇംപ്ലിമെന്റേഷൻ എന്നുള്ളത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നുള്ളത് അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള തീരുമാനമായിരിക്കും. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നുള്ളത് തെറ്റിപ്പോവാനുള്ള സാധ്യത എന്നുള്ളത് വളരെ കുറവായിരുന്നു. ഞാനിപ്പോ ഒരു 18 യൂട്യൂബ് ചാനൽസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽസ് ബിൽഡ് ചെയ്തതില് ഞാൻ സ്റ്റാർട്ട് ചെയ്തതില് ഏതോ ഒരു ചാനൽ മാത്രമാണ് മിനിമം 50,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഹിറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിന്ന് പോയിട്ടുള്ളത്. ഞാൻ 19 ചാനലാണ് ഞാൻ നോർമലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 18 ചാനലും ഇന്നും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 50,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിരിക്കും. അത് മലയാളം ചാനൽസ് മാത്രമല്ല, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എല്ലാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജസ് ആണ് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നമ്മളുടെ തമിഴിന്റെ ഏതോ ഒരു പേജ് ഇപ്പൊ ഒരു 10K ഫോളോവേഴ്സ് ആയി. കുറച്ചു നാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 10K ഫോളോവേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ചു മുമ്പ് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കണേ, പരാജയപ്പെടുന്നവർക്കും വിജയിക്കുന്ന ആളുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവർക്ക് സക്സസ് ആവുന്ന ആളുകൾക്ക് ഈ പരാജയപ്പെടുന്ന ആളുകളെക്കാളും വലിയ വിവരം, അറിവ് എന്നുള്ളത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. ഇവരെക്കാളും കൂടുതലായിട്ട് ഒരു ക്വാളിറ്റി ഡിസിഷൻസ് എന്നുള്ളത് എടുക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാ? കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തില് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഓക്കെ. നിങ്ങൾ കൂടുതലായിട്ട് ഇരുന്ന് പണിയെടുക്കുന്നു, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, കൂടുതലായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതെല്ലാം ഓക്കെ. പക്ഷേ ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. ഈ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? പ്രോപ്പർ സ്ലീപ്പ് എന്നുള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം. ഇന്ന് പല ആളുകളും ഇപ്പോ നൈറ്റ് ലൈഫ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ 4 മണിക്കൂർ ഉറങ്ങുക, 3 മണിക്കൂർ ഉറങ്ങുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പല സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിലും പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരാണോ 3 മണിക്കൂറും 4 മണിക്കൂറും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ ആ സമയം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തു പോകുന്നത്, അവരുടെ തീരുമാനങ്ങളിലെ ക്വാളിറ്റി എന്നുള്ളത് കുറവായിരിക്കും. ആർക്കാണോ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം എന്നുള്ളത് ഇല്ലാതിരിക്കുന്നത്, അവര് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമുള്ള ഒരു വ്യക്തിയെക്കാളും ഒരു 14% കൂടി എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം ഉള്ള വ്യക്തി എടുക്കുന്ന എഫിഷ്യൻസിയുടെ അടുത്ത് ഇവർക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ ഈ ഉറക്കം ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം, ക്വാളിറ്റി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ലൈഫിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണോ, പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം എന്നുള്ളത് അത്യാവശ്യമാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങൾ ചില ദിവസം പ്രോപ്പർ ആയിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ 3.5 മണിക്കൂറോ ഒക്കെ ഉറങ്ങിയിട്ടുള്ള സമയത്ത് അതിന്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ചില കാര്യങ്ങള് നിങ്ങൾ മറന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള, കാരണം ഇത് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഉറക്കം എന്നുള്ളത് കുറയുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ അളവ് എന്നുള്ളത് കുറയുന്നുണ്ട്. നമ്മളുടെ ശരീരത്തില് ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിന് അതിന്റെ അടുത്ത ദിവസം
നമ്മളെ കൊണ്ട് കുറെ ഷുഗറി കോണ്ടന്റ്സ് കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മൾക്ക് ടെൻഡൻസി എന്നുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ്, എന്തെങ്കിലും ജ്യൂസുകളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസി എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് ഈ ഗ്ലൂക്കോസിനെ മാനേജ് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഉറക്കത്തിനെ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ഈ സ്ലീപ്പ് എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിന് റിപ്പയർ ആവാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിപ്പോ പല അഡിക്ഷൻസും നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ഷെഡ്യൂള് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള വിൽ പവർ പോലും നമ്മളുടെ ഉള്ളിൽ വർക്ക് ആവുന്നുണ്ടാവില്ല. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരി, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടണം, പ്രോപ്പർ ആയിട്ട് എനിക്കൊന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറണം, എന്റെ തിങ്കിങ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി എന്നുള്ളത് വരണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് നമ്പർ 1, ഡെയിലി സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക. ഡെയിലി സൺലൈറ്റ് എക്സ്പോസ് എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക. കാരണം നമ്മൾ എത്രത്തോളം സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആണോ അതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളത് ആക്റ്റീവ് ആവുന്നുണ്ടാവും. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സൺലൈറ്റിൽ എക്സ്പോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളത് വീക്ക് ആവുന്നത് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഉറക്കം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പൊ പോലും ഞാൻ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്റെ വർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് റൂമിൽ ഇരുന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ഇങ്ങനെ പുറത്ത് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അത് ട്രാവൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാൻ പുറത്തിറങ്ങി നടക്കുന്നുണ്ടാവും രാവിലെ 8 മണി 9 മണി ആ ഒരു സമയത്തൊക്കെ, അതിന് മുൻപുമായിട്ടൊക്കെ. നിങ്ങളുടെ തിങ്കിങ്ങില് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ളത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഡിസിഷൻസ് എന്നുള്ളത് എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, സൺലൈറ്റ് എക്സ്പോഷർ എന്നുള്ള ഒരു കാര്യത്തിന് കൂടി ആ ഒരു പ്രയോറിറ്റി എന്നുള്ളത് കൊടുത്തു തുടങ്ങുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് സ്ലീപ്പ് എന്നുള്ളത്. ഈ സ്ലീപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ലൈഫിൽ ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. നമ്മളുടെ എമോഷൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.